മനോഹരമായ സായാഹ്നത്തിൽ ഈ തെരുവിൽ ഞങ്ങളുടെ നാടകത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നവരെ നിങ്ങൾക്ക് നമസ്കാരം. കുറച്ചു സമയത്തേക്ക് നിങ്ങളുടെ കണ്ണുകളും കാതുകളും ഞങ്ങൾക്ക് തരിക. ഞങ്ങൾ ജനനാട്യമഞ്ച് അവതരിപ്പിക്കുന്ന നാടകം മെഷീൻ. സപ്തരാഷ്മി 19ാമത്തെ വയസ്സിലാണ് ജനനാട്യമഞ്ച് രൂപീകരിക്കുന്നത്. അന്നുതൊട്ട് ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളമുള്ള തെരുവുകളിൽ നാടകം ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ള നാടകങ്ങളിലൊന്നായിരുന്നു മെഷീൻ. ആ മെഷീൻ നാടകത്തിലൊരു രംഗമാണ് നമ്മൾ കണ്ടത്. പടയണിയായി മുന്നോട്ട്, കാലിടറാതെ പതറാതെ, പടയണിയായി മുന്നോട്ട്, കാലിടറാതെ പതറാതെ, പടയണിയായി മുന്നോട്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന പോലെ വലിയ രീതിയിലുള്ള എതിർപ്പുകളും അദ്ദേഹം നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും അന്നത്തെ കാലത്ത് നേരിട്ടത് മുകേഷ് ശർമ്മ എന്ന് പറയുന്ന അന്നത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഭാഗത്തു നിന്നായിരുന്നു. കുറെ എണ്ണം നാടകം കളിച്ച് പേടിപ്പിക്കാൻ, വേറെ കുറെ എണ്ണം തോക്കുമായി വിപ്ലവം ഉണ്ടാക്കാൻ. എടാ, ഈ ശർമാജിയെ വെല്ലുവിളിക്കാൻ നീ ഒന്നും വളർന്നിട്ടില്ലടാ. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീടുള്ള എല്ലാ സംഭവങ്ങളും സപ്തരാഷ്മിയുടെ മരണം, തെരുവിൽ വെച്ചുള്ള മരണം അടക്കം നടക്കുന്നതിന് ശേഷമാണ് ഒരു ജനനാട്യമഞ്ച് നാടക സംഘം. എടോ, നീയൊക്കെ ചാർത്തി തന്ന 300 കേസിന്റെ കൂടെ ഒരെണ്ണം കൂടി 301. നാളത്തെ പത്രത്തിന്റെ ഏതെങ്കിലും മൂലയിൽ ഒരൊറ്റ വരി വാർത്ത, നാടക കലാകാരൻ സപ്തരാഷ്മിയെ അജ്ഞാതർ അടിച്ചു കൊന്നു. അത്രയുള്ളോ നിന്റൊക്കെ ന്യൂസ് വാല്യൂ. എടോ ശർമ്മേ, മോചനം കൊതിക്കുന്ന ഓരോ മനുഷ്യർക്കും വേണ്ടി ഞങ്ങൾ ഇനി നാടകം കളിക്കും. ഉറക്കെ വിളിക്കും, ഇൻകുലാബ് സിന്ദാബാദ്. സപ്തരാഷ്മി മരിച്ചതിൻ്റെ ശേഷം അതേ നാടകം ആ 2 ദിവസം കഴിഞ്ഞിട്ട് അതേ തെരുവിൽ വെച്ചിട്ട് ആ ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ചിട്ട് ഈ ഭാര്യൻ്റെ നേതൃത്വത്തിൽ, മൗലേൻ്റെ നേതൃത്വത്തിൽ ആ നാടകം കളിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതൊരു ഭയങ്കര പ്രതിഷേധാത്മകമായിട്ടൊരു സാധനമായിട്ട് തോന്നി. അങ്ങനെയാണ് മെയിനായിട്ട് ഈ നാടകത്തിലേക്ക് നമ്മൾ ചാർജ് ആവുന്നത്. പ്രതികരിക്കണം. നാളെ ഇതേ തെരുവിൽ, സപ്തരടിയേറ്റ് വീണ ഇതേ തെരുവിൽ നമ്മൾ നാടകം കളിക്കും. സപ്തറിന്റെ ചോരയ്ക്ക് നമ്മളെ പകരം ചോദിക്കും. അവരുടെ ഇരുമ്പ് തണ്ടുകളെ നമ്മൾ നാടകം കൊണ്ട് ചേർക്കും. വാ, കളിക്ക്. നല്ലൊരു കൂട്ടായ്മ, നല്ല നാടകങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 2-3-4 വർഷമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. പരപ്പനങ്ങാടി നാടക കമ്പനി എന്നുള്ള പേരിൽ നല്ല നാടകങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ. കലോത്സവ വേദികളിലെ നാടകങ്ങൾ രാഷ്ട്രീയം പറയുന്നുണ്ട്. അതിനിയും പറയുക തന്നെ ചെയ്യും. കാരണം രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. പ്രേം ശശിക്കൊപ്പം വി സോണൽ കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.